ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകത്തെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, വായിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു പുസ്തകമാണത്. അത് നമ്മളുടെ വിശുദ്ധ ബൈബിളാണ്. ഹോളി ബൈബിൾ, വിശുദ്ധ വേദപുസ്തകം എന്നൊക്കെ പറയപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകം നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് 2 ഭാഗങ്ങളാണുള്ളത്: പുതിയ നിയമവും പഴയ നിയമവും. പുതിയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പഴയ നിയമത്തിൽ 27 പുസ്തകങ്ങളുമുണ്ട്. അങ്ങനെ 73 പുസ്തകങ്ങളാണ് നമ്മുടെ ബൈബിളിലുള്ളത്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ 66 പുസ്തകങ്ങളേ ഉള്ളൂ. ഈ ബൈബിൾ എഴുതപ്പെട്ടത് പല കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ്. പല സ്ഥലങ്ങളിൽ, പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് എഴുതിയ പുസ്തകങ്ങളാണ്. പല വ്യക്തികളാൽ എഴുതപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇത് എഴുതിപ്പിച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. ദൈവമാകുന്ന ഈ വചനത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം, ആലോചിക്കണം. ഈ വചനം, ഈ ദൈവവചനം ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വായിക്കണം. സാധിക്കുമെങ്കിൽ 1/2 മണിക്കൂർ വായിച്ചാൽ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പുസ്തകം നമ്മളുടെ കയ്യിലെടുക്കണം. അതിനെ നന്നായി സ്നേഹിച്ച് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കണം. പുറപ്പാട് പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യാക്കോബിൻ്റെ തിരിച്ചുവരവ്. യാക്കോബ് തിരിച്ചു വരുന്ന സമയത്ത് യാബോക്ക് കടവ് കടന്ന് തൻ്റെ ഭാര്യമാരെയും മക്കളെയും തൻ്റെ വളർത്തുമൃഗങ്ങളെയും എല്ലാം, വസ്തുവകളെല്ലാം കടവ് കടത്തി മറുകര എത്തിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് ഇക്കരെ എത്തി ഒരു വ്യക്തിയുമായിട്ട് നേരം വെളുക്കുന്നിടം വരെ മൽപ്പിടുത്തം നടത്തുന്നതായിട്ട് ബൈബിളിൽ പറയുന്നു. ആ വ്യക്തി ആരായിരുന്നു? ആ വ്യക്തി മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ ദൈവം തന്നെയായിരുന്നു. ദൈവമായിട്ടാണ് യാക്കോബ് മൽപ്പിടുത്തം നടത്തിയത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് യാക്കോബ് ദൈവത്തോട് പറഞ്ഞുകൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നേരം വെളുക്കുന്നിടം വരെ ദൈവവുമായി മൽപ്പിടുത്തം നടത്തി എന്നാണല്ലോ വചനത്തിൽ പറയുന്നത്. നമ്മളും അതുപോലെ ഈ വചനമാകുന്ന ദൈവത്തെ കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കണം. നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് യാക്കോബ് പറഞ്ഞതുപോലെ, യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ നീ എന്നെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ വചനത്തെ നമ്മൾ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണം. ബൈബിളിന് നമ്മൾ അർഹിക്കുന്ന ബഹുമാനം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരിക്കൽ ചിന്തിച്ചു നോക്കണം. ഒരുപക്ഷെ ബൈബിളിനെക്കുറിച്ച് നമ്മൾ അറിയാത്ത കാലത്ത് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ബൈബിളിന് കൊടുക്കേണ്ട അർഹതപ്പെട്ട സ്ഥാനം, അർഹതപ്പെട്ട ബഹുമാനം കൊടുത്തിട്ടില്ലായിരിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ ഈ വിശുദ്ധ ബൈബിൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടെങ്കിൽ അതിനെ അർഹതപ്പെട്ട സ്ഥലത്തെ എടുത്തു വെച്ച് അതിനെ വളരെ ആദരവോടുകൂടി അതിന് ബഹുമാനം കൊടുത്തുകൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ വയ്ക്കുവാൻ ശ്രദ്ധിക്കണം. ബൈബിളിൽ ഏതാണ്ട് 35,000-ത്തിലധികം വചനങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ വചനമെല്ലാം നമ്മൾ വായിച്ച് പഠിച്ച് സാധിക്കുന്നിടത്തോളം മനസ്സിൽ കൊണ്ടു നടക്കണം. വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു,
വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന്. നമ്മൾ നമ്മളിലോട്ട് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും വചനം പറഞ്ഞിട്ടുണ്ടോ? ആരോടെങ്കിലും ഈശോയെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഈശോയാണ് രക്ഷകൻ, ഈശോയുടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന സത്യം നമ്മൾ ആരോടെങ്കിലും പറയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പറയണം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരാളോടെങ്കിലും ഈ വചനം പറയുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും ഈശോയെ അറിയാത്തവരായിട്ടുള്ള ആരെങ്കിലും നമ്മൾ കണ്ടുമുട്ടുന്നെങ്കിൽ അവരോട് ഈശോയെപ്പറ്റി നമ്മൾ പറഞ്ഞ് സംസാരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഈശോ മാത്രമാണ് രക്ഷകൻ എന്ന സത്യം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഉള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടമകൾ നിർവഹിക്കണം നമ്മൾ. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.